സ്മാർട്ട് ഫോൺ കൂടുതൽ പവർഫുൾ ആകുന്നതിനനുസരിച്ച് പ്രൊഫഷണൽ ക്യാമറയിൽ വരുന്ന ചിത്രങ്ങൾ പകർത്തുവാൻ കഴിയുന്ന ഫോണുകൾ വാങ്ങുവാൻ ആണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. ഇന്ന് ലോഞ്ച് ചെയ്ത റിയൽമി P4ന്റെ ക്യാമറയാണ് ഈ വീഡിയോയിലൂടെ റിവ്യൂ ചെയ്യുന്നത്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും നല്ലതാണോ എന്ന് പരിശോധിക്കാം. റിയൽമി P4ന് 50 MB മെയിൻ ക്യാമറയാണ് വരുന്നത്. അതിന് f1.8 സെൻസർ സൈസും 27 mm ഫോക്കൽ ലെങ്തും 5p ലെൻസ് ക്വാളിറ്റിയുമാണ് വരുന്നത്. അതായത് 5 എലമെന്റ്സ് ചേർത്ത് ലെൻസിന് ഷാർപ്പായുള്ള ഇമേജ് പകർത്തുവാൻ കഴിയും. ആകെ 76 ഡിഗ്രിയിലുള്ള വ്യൂ ആണ് സിംഗിൾ ഫ്രെയിമിൽ പകർത്തുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പകൽ വെളിച്ചത്തിൽ മെയിൻ ക്യാമറയ്ക്ക് വെൽ ഡീറ്റെയിൽഡ് ആയുള്ള ചിത്രങ്ങൾ പകർത്തുവാൻ കഴിയും. മെയിൻ ക്യാമറയ്ക്കൊപ്പം ഒരു അൾട്രാ വൈഡ് 8 MP ക്യാമറ കൂടി വരുന്നുണ്ട്. ഒരു ഫ്രെയിമിൽ 112 ഡിഗ്രിയിൽ ഉള്ള കാഴ്ച ഉൾപ്പെടുത്തുവാൻ ഇതിന് കഴിയും. f2.2ന്റെ ചെറിയ സെൻസർ സൈസ് ആണ് ഈ ക്യാമറയ്ക്ക് വരുന്നത്. 16 mm ഫോക്കൽ ലെങ്ത് ആണ് നൽകിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഷോട്ട്സ് എടുക്കുവാനും ലാൻഡ്സ്കേപ്പുകളുടെ ചിത്രമെടുക്കുവാനും ഒക്കെ വൈഡ് ആംഗിൾ ക്യാമറ ഉള്ളത് ഉപകാരമാണ്. എന്നാൽ അപ്പർച്യൂർ കുറവായതുകൊണ്ട് തന്നെ വെളിച്ചം കുറവുള്ളിടത്ത് മികച്ച വിഷ്വൽസ് കിട്ടുകയില്ല. ഫ്രണ്ട് സെൽഫി ക്യാമറയ്ക്ക് 16 MB ആണ് വരുന്നത്. 85 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂവും f2.4 അപ്പർച്ചറുമാണ് ഉള്ളത്. 4p ലെൻസ് ക്വാളിറ്റിയാണ് നൽകിയിരിക്കുന്നത്. സെൽഫിക്കും വീഡിയോ കോളിനുമായി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണിത്. സ്കിൻ ടോൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് തുടർന്ന് മനസ്സിലാക്കാം. ഇനി ക്യാമറകളുടെ പെർഫോമൻസ് നോക്കാം. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഡീറ്റെയിലുകൾ വരെ ഒപ്പിയെടുത്ത് റിയൽമി P4ന് അതിന്റെ 50 MB ക്യാമറയുടെ വലുപ്പമുള്ള സെൻസർ സൈസ് കൊണ്ട് ഷാർപ്പ് ഇമേജ് പകർത്തുവാൻ കഴിയും. റിയൽമി ക്യാമറയിൽ നൽകിയിരിക്കുന്ന AI പ്രോസസ്സിംഗ് കൊണ്ട് പകർത്തുന്ന നിറങ്ങൾ കൂടുതൽ ബൂസ്റ്റ് ചെയ്യപ്പെടും. അമോൾഡ് സ്ക്രീനിൽ അത് എടുത്തു നിൽക്കും. പക്ഷേ DSLRലോ മിറർലെസ് ക്യാമറയിലോ ഷൂട്ട് ചെയ്യുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഈ കളറുകൾ നാച്ചുറൽ അല്ലെന്ന പരാതിയുണ്ട്. വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിലും മെയിൻ ക്യാമറയ്ക്ക് ചിത്രങ്ങൾ പകർത്തുവാൻ കഴിയും. f1.8 സെൻസർ സൈസ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വെളിച്ചം അകത്തേക്ക് എടുത്ത് ചിത്രങ്ങൾ പകർത്താം. പക്ഷേ ഡെഡിക്കേറ്റഡ് ക്യാമറയിൽ പകർത്തുന്ന ചിത്രങ്ങൾ പോലെ വെളിച്ചം കുറവുള്ളിടത്ത് ഡീറ്റെയിൽ അല്ലെങ്കിൽ ഷാർപ്പ് ഇമേജസ് പകർത്തുവാൻ ഇതിന് കഴിയില്ല. ക്യാമറയുടെ AI HDR ഉപയോഗിച്ച് ഹൈലൈറ്റ്സും ഷാഡോസും നൽകുമെന്ന് ബ്രാൻഡ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നല്ല സെൻസർ ഉള്ള ക്യാമറയുടെ അത്രയും മികച്ച ഒരു ഡൈനാമിക് റേഞ്ച് പ്രതീക്ഷിക്കുവാൻ കഴിയില്ല. ഒരു ഡീസന്റ് HDR കിട്ടും. സെക്കൻഡറി ക്യാമറയെ നൽകിയിരിക്കുന്ന അൾട്രാ വൈഡ് ക്യാമറ ബെസ്റ്റ് ഓഫ് കോമ്പിനേഷൻ ആണ്. പക്ഷേ റെസൊല്യൂഷൻ കുറവായതുകൊണ്ട് തന്നെ ഡേലൈറ്റ് ഉള്ളിടത്ത് മികച്ച ചിത്രങ്ങൾ ലഭിക്കും. ഇൻഡോറിലും രാത്രിയിലും ഡീറ്റെയിൽസ് ഇല്ലാത്ത ചിത്രങ്ങളായിരിക്കും പതിയുന്നത്. പോർട്രേറ്റ് ഷോട്ട്സിൽ AI അസിസ്റ്റഡ് ബൊക്കെ എഫക്റ്റ് നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള പിക്ചറുകൾ പകർത്തുവാൻ കഴിയും. എന്നാൽ എഡ്ജുകളും ഫൈൻ ഡീറ്റെയിൽസും ബ്ലഡ് ആയിരിക്കും. 16 MB സെൽഫി ക്യാമറ വെളിച്ചമുള്ളിടത്ത് നല്ല ചിത്രങ്ങൾ നൽകും. ബ്രൈറ്റ് സ്കിൻ ടോൺ നൽകാനും മികച്ചതാണ്. പ്രൊഫഷണലി നോക്കുമ്പോൾ ഡീറ്റെയിലുകൾ കുറവാണ്. ലോ ലൈറ്റിൽ മികച്ച ചിത്രങ്ങൾ നൽകില്ല. റിയൽമി P4ന്റെ വീഡിയോ റെക്കോർഡിംഗ് നോക്കുമ്പോൾ ഹൈ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ജിംബൽ ലെവൽ OIS ഇല്ലാത്തതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ ഉണ്ടാകില്ല. കളറുകൾ വൈബ്രന്റ് ആണെങ്കിലും ഓവർ സാച്ചുറേറ്റഡ് ആണ്. കാഷ്വൽ വീഡിയോ റെക്കോർഡിങ്ങിന് എക്സലന്റ് ആണ്. എന്നാൽ ഫിലിം മേക്കിങ്ങിനും മറ്റും പ്രയോജനപ്പെടില്ല. ഇനി റിയൽമി P4ന്റെ ക്യാമറ എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് നോക്കാം. സോഷ്യൽ മീഡിയ കണ്ടന്റ് യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്നവർക്ക് P4 മികച്ച ഓപ്ഷനാണ്. നല്ല ഇമേജുകൾക്കൊപ്പം നല്ല കളറും AI എൻഹാൻസ്മെന്റും ഈ ക്യാമറ നൽകും. പക്ഷേ കൊമേഴ്സ്യൽ ഷൂട്ടിങ്ങിന് ഈ സെൻസർ സൈസ്, ലെൻസ് ക്വാളിറ്റി, ഡൈനാമിക് റേഞ്ച് എന്നിവ വളരെ ലിമിറ്റഡ് ആണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ആ പ്രൈസ് റേഞ്ചിൽ റിയൽമി P4 ഒരു മികച്ച ക്യാമറ ഫോൺ തന്നെയാണ്. സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോഗ്രാഫിയേക്കാൾ ഫോട്ടോഗ്രാഫിക്കാണ് P4 പ്രാധാന്യം നൽകുന്നത്. ഈ ഫോണിന്റെ മറ്റ് ഫീച്ചറുകൾ കൂടി പങ്കുവച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. MediaTek 7200 Ultra 5G പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. മിഡ് റേഞ്ച് ബഡ്ജറ്റ് ഫോണുകളിൽ നൽകുന്ന സെക്കൻഡ് സീരീസ് പ്രോസസ്സറാണിത്. 7000 mAh ബാറ്ററിയും 80 വാട്ട് ഫാസ്റ്റ് ചാർജറും ആണ് നൽകിയിരിക്കുന്നത്. ഔട്ട്ഡോറിൽ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗപ്പെടുന്ന 4500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഹൈപ്പർ ഗ്ലോ അമോൾഡ് ഡിസ്പ്ലേ ഉണ്ട്. ചാർജിംഗ് സമയത്തും 7000 mm എയർ ഫ്ലോ VC കൂളിംഗ് ഉണ്ടെന്ന് പരസ്യത്തിലുണ്ട്. മെറ്റാലിക് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. ഫോൺ സ്ലിം ആണ്. ഒപ്പം 185 ഗ്രാമുള്ള ലൈറ്റ് വെയിറ്റ് ഗണത്തിൽപ്പെടുന്നതുമാണ്. IP65ഉം IP66ഉം പ്രൊട്ടക്ഷൻ റേറ്റിംഗ് ഉണ്ട്. അതായത് മികച്ച ഡസ്റ്റ് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ഒപ്പം ലോ പ്രഷർ, ഹൈ പ്രഷർ വെള്ളം ഫോണിന്റെ ഉള്ളിൽ കയറില്ല. 18 GB റാം എന്ന് പരസ്യത്തിൽ നൽകിയിരിക്കുന്നതിന്റെ വസ്തുത കൂടി പറയാം. 8 GB ആണ് ഫോണിന്റെ യഥാർത്ഥ റാം. എന്നാൽ കൂടുതൽ ആപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത് സ്റ്റോറേജിൽ നിന്ന് 10 GB കൂടി റാമായി ഉപയോഗിക്കാനുള്ള കാപ്പബിലിറ്റി ഈ ഫോണിനുണ്ട്.
പക്ഷേ ബോറോ ചെയ്യുന്ന ഈ റാമിന് പെർഫോമൻസ് നൽകുവാൻ കഴിയില്ല. ഫോണിന്റെ സ്പീഡ് 8GB മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. റിയൽമി P4ന്റെ വില വരുന്നത് 20,000 ആണ്. പക്ഷേ ഇന്ന് ലോഞ്ചിനോട് അനുബന്ധിച്ച് ഓഫറുകൾ നൽകുന്നുണ്ട്. ക്യാമറയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് പരസ്യം നൽകിയിരിക്കുന്നത്. മികച്ച ക്യാമറ നോക്കുന്നവർക്ക് ഈ ഫോണിന്റെ ക്യാമറയെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാനാണ് ഈ വീഡിയോ ലക്ഷ്യം വെച്ചത്. 50MP മെയിൻ ക്യാമറ കൊണ്ടും കൂടെ വരുന്ന വൈഡ് ആംഗിൾ ക്യാമറ കൊണ്ടും പകൽ വെളിച്ചത്തിൽ മികച്ച ചിത്രങ്ങൾ പകർത്തുവാൻ കഴിയും. സെൽഫി ക്യാമറ എവരിഡേ യൂസിന് ഗുണം ചെയ്യും. പക്ഷേ ഈ ക്യാമറകൾക്ക് ലോ ലൈറ്റ് പെർഫോമൻസും വീഡിയോ സ്റ്റെബിലൈസേഷനും ഡൈനാമിക് റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ക്യാമറയുമായി താരതമ്യം ചെയ്യുവാൻ കഴിയില്ല. ഒരു 15,000 രൂപയ്ക്ക് ഈ ഫോൺ വെർത്താണ്.